കർഷകർ വിളവെടുത്ത് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ സമ്പത്തിന് ആക്കം കൂട്ടുന്ന ഒന്നാണ്. ഇവരെ സംരക്ഷിക്കുകയും ഇവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇതിനകത്ത് വീഴ്ച വരുത്തിയ ഫിഷറീസ് വകുപ്പിനെതിരെയുള്ള എൻ്റെ പ്രതിഷേധയും ഈ നാടിൻ്റെയും പ്രതിഷേധമാണ് ഈ വീഡിയോ. കൊല്ലം ജില്ലയിൽ ശക്തികുളങ്ങര പഞ്ചായത്തിൽ കാവനാട് അരവള എന്ന ഗ്രാമത്തിലെ കക്ക തൊഴിലാളികളും കക്ക കൃഷിക്കാരുമായിട്ടുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ വീഡിയോ. കാരണം ഇവർ പീലിക്കക്ക, കല്ലുമ്മക്ക, ചിപ്പി എന്ന് പറയുന്ന ഇവ കേരളത്തിൻ്റെ ഏത് തീരത്തുണ്ടെങ്കിലും ഇവർ പോയി കണ്ടെത്തുകയും ആ വിത്ത്, ചെറിയ കക്ക കണ്ടെത്തുകയും ആ വിത്തുകൾ ഇവർ വാരിക്കൊണ്ട് വന്ന് അഷ്ടമുടി കായലിൽ വിതയ്ക്കുകയും പിന്നെ അത് വളർത്തിയെടുത്ത് പ്രോഡക്റ്റാക്കി മാറ്റി അത് വിൽക്കുകയും ചെയ്യുന്നവരാണ് അരവളയിലുള്ള ഭൂരിഭാഗം കക്ക തൊഴിലാളികളും. ഈ വർഷം ഇവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ഇവർ കണ്ടെത്തിയത് തോട്ടപ്പള്ളി, ആലപ്പുഴ, തൃക്കുന്നപ്പുഴ എന്നീ സീസൈഡ്, കടലിൻ്റെ സീസൈഡിലെ പാറകളിലായിരുന്നു. അപ്പോൾ ഈ വിത്തുകൾ ഈ സമയത്ത് ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് കടലടിച്ച് പോവുകയും മണ്ണ് വീണ് മൂടിപ്പോവുകയും ഇത് നശിച്ചു പോകാനും ഇടയുണ്ട്. അപ്പം ഈ തൊഴിലാളികൾ, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോയ കക്ക തൊഴിലാളികളും കൃഷിക്കാരുമായിട്ടുള്ള നാട്ടുകാർ അവിടെ എടുക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള 2-3 ആൾക്കാർ, കമ്മീഷൻ പറ്റുന്നവന്മാർ, അവർക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നാട്ടുകാരത് കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്നപ്പോൾ അവർ തമ്മിൽ തർക്കം ഉണ്ടാകുകയും അവിടെ പോലീസ് ഇടപെടുകയും ഫിഷറീസ് വകുപ്പുമായിട്ട് ഇടപെടുകയും ചെയ്തു. അങ്ങനെ ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും 2 സെൻറ്റിമീറ്റർ മേളിലോട്ട് വലുപ്പമുള്ള ചിപ്പിക്കക്ക അല്ലെ കല്ലുമ്മക്ക എടുക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം എന്ന് പറയുകയും ചെയ്തു. നമ്മുടെ ഈ തൊഴിലാളികൾക്ക് 2 സെൻറ്റിമീറ്ററോ 10 mm ഇതൊന്നും അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് വിത്താണെന്നും ഇത് വാരിക്കൊണ്ടുപോയി അഷ്ടമുടി കായലിലിട്ടാൽ അത് വളരുമെന്നും അതൊരു ഉൽപ്പന്നമായി മാറുമെന്നും ഒക്കെ അവർക്കറിയാം. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇത് വളർത്താനാണ്, ഇതിനെ നശിപ്പിക്കാനല്ല, ഇത് വളർത്തി ഇത് പ്രോഡക്റ്റ് ആക്കാനാണ് എന്ന് ഫിഷറീസ് വകുപ്പിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവർ ഇതിനോട് അനുകൂലമായ ഒരു നടപടി എടുത്തില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാരണം. കൂടാതെ ഇവർ ആവശ്യപ്പെടുന്നത് ആലപ്പുഴയിൽ വന്ന് ഇതെടുക്കണമെങ്കിൽ അവിടുത്തെ ലൈസൻസ് വേണം എന്നാണ്. ഞാൻ ഇതേക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിൽ നടന്നാൽ ഒരുപാട് കാലതാമസം ഉണ്ടാകുമെന്നും ആ ലൈസൻസ് കിട്ടി വരുമ്പോഴത്തേക്കും ഈ ഇരിക്കുന്ന വിത്തുകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നും ആണ് ഈ തൊഴിലാളികൾ പറയുന്നത്. ഫിഷറീസ് വകുപ്പ് ADയും DDയും ഒക്കെ ഒരു 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്ന് ഈ കർഷകരുമായിട്ട് ഒരു അനുനയത്തിലൂടെ പോകുകയും കൊല്ലം ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയ സപ്പോർട്ടുകൾ ഉണ്ടാകണമെന്നും കഴിയുമെങ്കിൽ ഇത് എടുക്കാനുള്ള അനുമതിയും അതിനുവേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുക, ഇല്ലാത്ത പക്ഷം ഇവർക്ക് ഈ വിത്തുകൾ കുറച്ച് ഫിഷറീസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള, കിട്ടാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നശിച്ചു പോകത്തതേ ഉള്ളൂ. ആർക്കും ഒരു ഗുണവും ഇല്ലാതെ നശിച്ച് ഇല്ലാതായി പോകും. അതിനു മുമ്പ് ഒരു തീരുമാനമെടുത്ത് അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കൃഷി ഏതായാലും കർഷകരെ സംരക്ഷിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും വിജയിപ്പിക്കാനുമായിട്ട് ഗവൺമെൻറ് ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവന്നിട്ടും വേണ്ടത്ര വിജയം കാണാത്ത ഈ കാലയളവിൽ സ്വയം പര്യാപ്തി നേടിയ ഈ കർഷകരെ ഇവർക്കാവശ്യമായ ഈ വിത്തുകളെയും സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അവരാ വിത്തുകൾ നോക്കുക, നിങ്ങൾ വീഡിയോയിൽ കാണാം. അവരാ വിത്തുകൾ വെയിൽ കൊള്ളാതെ ചാക്കൊക്കെ നനച്ചിട്ട് മറച്ച് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെയാണ്
അതിനെ കൊണ്ടുവന്ന് കൃഷിയെടുത്ത് വിതയ്ക്കുന്നത്. ഇത്രയും നല്ല കർഷകരെ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് ഉയർത്തിയെടുക്കണം. അത് നാടിൻ്റെ ആവശ്യമാണ്. ഇതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് താഴ്മയായി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.